മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്ന തിരുവചനം, അവർ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ എന്തു പറയണമെന്ന് നിങ്ങൾ ആകുലരാകേണ്ട, നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾ സംസാരിക്കുവിൻ. എന്തെന്നാൽ നിങ്ങളല്ല, പരിശുദ്ധാത്മാവാണ് ആ സമയം നിങ്ങളിലൂടെ സംസാരിക്കുക. ദൈവാനുഗ്രഹത്തിൻ്റെ വലിയ കൃപകൾ നിറഞ്ഞ ഒരു പുതിയ ദിനത്തിൽ വചനത്തിനു വേണ്ടി എങ്ങനെ സാക്ഷ്യം നൽകണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ സംസാരിക്കുമെന്നും ഈശോ ഇന്ന് വെളിപ്പെടുത്തി വയ്ക്കുകയാണ്. ന്യായവിധി സംഘങ്ങൾക്കും അതുപോലെ തന്നെ മറ്റു മേഖലകളിലേക്കും ശിഷ്യന്മാർ കടന്നു ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ നേരിടുവാൻ പരിശുദ്ധാത്മാവ് എത്രമാത്രം സഹായത്തോടു കൂടിയാണ് നമ്മളോടൊപ്പം ആയിരിക്കുക എന്നാണ് ഇപ്പോൾ പറഞ്ഞു വയ്ക്കുക. ആ ഒരു മേഖലകളിലെല്ലാം നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മൾ സംസാരിക്കേണ്ടത് എന്താണെന്നും അവിടെ ദൈവിക സാക്ഷ്യം നൽകേണ്ടത് എങ്ങനെയാണെന്നും പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുമെന്നാണ് വചനം പറഞ്ഞു വയ്ക്കുക. നമ്മുടെ ഓരോ ദൈനംദിന ജീവിതങ്ങളിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ദൈവം എത്രമാത്രം താല്പര്യത്തോടു കൂടിയാണ് ഇടപെടുന്നത് എന്ന് ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈശോയ്ക്ക് സാക്ഷ്യം നൽകുന്ന ഓരോ അവസരങ്ങളും പരിശുദ്ധാത്മാവിന് നമ്മൾ പ്രവർത്തിക്കുവാനുള്ള വേദിയാണ് നമ്മൾ തുറന്നു കൊടുക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. നമ്മുടെ സഹനങ്ങളിലും ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും നമ്മളെ ഉപേക്ഷിച്ച് കടന്നു പോകുന്ന ഒരു ദൈവമല്ല, നേരെ മറിച്ച് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും നമ്മോടൊപ്പം യാത്ര ചെയ്യുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും അവ ദൈവത്തിന് ഇടപെടേണ്ട മേഖലകളാണ് എന്നും നമ്മളെ ബോധ്യപ്പെടുത്തി തരികയാണ്. ആ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതെന്ത് തന്നെയായാലും, രോഗമായാലും ദുരിതങ്ങളായാലും വേദനകളായാലും ഒറ്റപ്പെടലിൻ്റെ അവസരങ്ങളിലായാലും നമ്മളെ അവൻ തനിച്ചു വിടുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഓരോ വേളകളിലും പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ സംസാരിക്കുന്നത് തിരിച്ചറിയുവാനും ആ അറിവിലൂടെ ജീവിക്കുവാനും ഈശോയ്ക്ക് സാക്ഷ്യം നൽകുവാനും നമുക്ക് സാധിക്കണം.